ഒക്കെ നമ്മളൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഈ ആൾക്ക് കൊടുക്കുന്ന ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പം ഇത്രയും ടെൻഷനിലിരിക്കുമല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരും. അതിന് പകരമായിട്ട് നിങ്ങൾ ഇത് ചെയ്തോ. അപ്പോൾ അവർക്ക് ഏറ്റവും ആദ്യം ഈസിയായിട്ട് കിട്ടുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്ന, ആരെങ്കിലും കൊടുക്കുന്ന, അതിലേക്ക് പോകും. അങ്ങനെ ഇതായിരിക്കും. ചിലരാണെങ്കിൽ ലൈഫ് മുഴുവൻ കരഞ്ഞും പിടിച്ചും ആങ്സൈറ്റി നടക്കും. ചിലർ ഇതിലേക്ക് അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏജിൽ സംഭവിച്ച പ്രശ്നം, അതിനാണ് ഈ പറഞ്ഞ ഏജ് റിഗ്രഷൻ ആവശ്യം വരിക. ചില സമയങ്ങളിൽ നമ്മൾ ഈ ജന്മമായിരിക്കില്ല, മുൻ ജന്മങ്ങളിൽ വന്ന പ്രശ്നങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴാണല്ലോ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ആ സമയത്താണോ തീരുമാനിക്കുന്നത് ആ ആൾക്ക് എന്താണ് വേണ്ടത്, ഏജ് റിഗ്രഷൻ ആണോ വേണ്ടത്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആണോ വേണ്ടതെന്നുള്ള അപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഓരോ വ്യക്തിയെ നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്? അത് നല്ല ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഏജ് എവിടെയാണ് ഏജ് റിഗ്രഷൻ തന്നെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം എന്ന് പറയുമ്പം അവർ ചിലപ്പം അങ്ങ് പോയിട്ട് പറയുന്നത് ചിലപ്പം ഈ ഇത്രയും കൂടി വന്ന ഒരു 40 വയസ്സ് ഒക്കെ ഉള്ള ഒരാൾ 40 വർഷം മുമ്പുള്ളതൊന്നും ആയിരിക്കത്തില്ല, വേണമെങ്കിൽ ഒരു 1000 വർഷം മുമ്പുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് ഇതങ്ങ് പോയി എന്നുള്ള കാര്യം മനസ്സിലാവും. അങ്ങനെ സംഭവിക്കും. കാരണം അതിൻ്റെ കാരണം ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും, അവർക്ക് നേരെ ആക്സസ് അവരങ്ങനെ അങ്ങ് പോയി. ഈ ഏജ് റിഗ്രഷൻ അല്ല, ഈ നമ്മളീ പറയുന്ന ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് വളരെ കുറവാണ്. തെറാപ്പിക്ക് മിക്കവാറും ഇതിൻ്റെ ആവശ്യം വരാറുള്ളൂ. ഏജ് റിഗ്രഷൻ വരെ വരാറുള്ളൂ, ഈ ഗർഭപാത്രം വരെയുള്ളതൊക്കെ വരാറുള്ളൂ. പിന്നെ മറ്റേ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ആകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പാറ്റേൺസ് എന്ന് പറയും. ചില ആൾക്കാരുടെ അസുഖങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമതുണ്ടാകുന്നതിന് ഈ ഏജ് റിഗ്രഷൻ ചെയ്താൽ ക്ലിയർ ആവുമെന്ന് പറയാം. പക്ഷേ അത് ചെയ്തിട്ടും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് ക്ലിയർ ആവേണ്ടതാണ്. അത് ക്ലിയർ ആയില്ല, രണ്ടാമത് ചെയ്തിട്ടും ക്ലിയർ ആയില്ല, കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണം, എന്തെങ്കിലും ഒരു കാരണം അങ്ങുണ്ടാവും. അപ്പോൾ നമ്മളവരെ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് കൊണ്ടുപോകും. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചിലരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, വീണ്ടും വീണ്ടും വരുന്ന നഷ്ടങ്ങൾ, ബിസിനസ് ചെയ്യാൻ പറ്റാത്ത, പിന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലം. ചിലർക്ക് ഹസ്ബൻഡായിട്ട് ഒട്ടും പറ്റില്ല, ഒരു കല്യാണം 2 കല്യാണം പിന്നെയും പറ്റില്ല, ശരിയായി പോകുന്നില്ല, അല്ലെങ്കിൽ കല്യാണമേ നടക്കുന്നില്ല, കല്യാണമൊക്കെ ഇങ്ങനെ എല്ലാ റിലേഷൻഷിപ്പിലും പ്രോബ്ലം. ലാസ്റ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന റിലേഷൻഷിപ്പ് മാറുക. അതേപോലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പറയും അതിനങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്നുള്ള ചില അസുഖങ്ങളൊക്കെ ഇല്ലേ. നമ്മൾ കാണുന്ന ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് അങ്ങനത്തെ പറയാം. അങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ ചില ആൾക്കാർ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അവരെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാനൊരു ആഗ്രഹം. ഇവർ നമ്മുടെ ആരോ ആണോ, നമ്മുടെ എന്തെങ്കിലും ശത്രുവാണോ, ആ ശത്രുത അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പഴയ സോളിൽ ഉള്ളതാണെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യാനും ഉള്ളൊരു നല്ലൊരു മാർഗ്ഗമാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അത് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അത് ശരിക്കൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മിക്കവരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. നമ്മൾ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊരു കൺസെപ്റ്റ് നമുക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമ്മുടെ കൺസെപ്റ്റ് എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്ത് ഇപ്പോഴത്തെ മനുഷ്യന്മാരായിട്ടിരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം എത്രയോ വർഷം മുമ്പ് മുതലേ ഉണ്ടല്ലോ. ഈ ഹോമോസാപ്പിയൻസ് തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു 2.5 ലക്ഷം 3 ലക്ഷം എന്ന് പറയും. ആ ഒരു DNA കോഡ് എന്ന് പറയുന്ന ഒരിത്, DNA ട്രേറ്റ്സ് തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ആഫ്രിക്കൻസിൻ്റെ DNA വരെ ഇന്ത്യയിലുണ്ടെന്നാണ്. അപ്പോൾ ആ DNA എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നുമല്ല, ഇതുവഴിയോ നമുക്ക് വന്നതാണ്. ഏതോ ഒരു തലമുറ വഴി അല്ലെങ്കിൽ മിങ്കിൾ ചെയ്ത വഴിയൊക്കെ വന്നതാണ്. അപ്പോൾ അവരുടെ സ്വഭാവങ്ങളും കുറേ നമുക്കുണ്ട്. ഈ മങ്കി മൈൻഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മങ്കികളുടെ സ്വഭാവം, മറ്റ് സ്വഭാവം, കുറേ സ്വഭാവങ്ങൾ നമുക്കുണ്ട്. നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. പഴയ കുറേ ട്രേറ്റ്സിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ എല്ലാവരും പറയത്തില്ല പഴയ ആദിവാസികളുടെ ഡ്രസ്സാണ് ഇപ്പോഴത്തെ കുട്ടികളിടുന്നതെന്ന് പറയത്തില്ലേ. അതേപോലെ പല ട്രേറ്റ്സും തിരിച്ചും വരുന്നുണ്ട്. നമ്മളത് ഓരോ സമയത്ത് നമ്മുടെ മോഡേണൈസേഷൻ വരുമ്പോൾ നമ്മൾ മാറ്റുന്ന കുറേ കാര്യങ്ങളുമുണ്ട്, എന്നാൽ നമുക്ക് ഇഷ്ടമായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ നമ്മുടെ ചിലരുടെ ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള ആർക്കും ഉള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന പരമ്പരയിലുള്ള ആർക്കും ഉള്ളൊരു കാര്യമായിരിക്കത്തില്ല അവരുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ അതെവിടെ നിന്ന് വന്നു?
അത് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ഈ നമ്മളിങ്ങനെ അവരെ കൊണ്ടുപോകുമ്പം പാസ്റ്റ് ലൈഫിൽ അവർ ഇന്നതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ചെറിയൊരിത് നമുക്ക് എന്തായാലും കിട്ടും. അത് സംസാരിക്കാനാണ്, അത് വലിയ സബ്ജക്റ്റാണ്. ഈ സോളിൻ്റെ ഒക്കെ കാര്യം സംസാരിക്കണമെങ്കിൽ അതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ പാസ്റ്റ് ലൈഫ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ അല്ലേ? അതും ഇതുപോലെ പാസ്റ്റ് ലൈഫ് ഞാൻ പറയാം. ഒരാൾക്ക് ഭയങ്കര പേടി വെള്ളം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ ഫോബിയ ഒരു ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. പിന്നെ ചിലർക്ക് തോന്നും ഉറക്കത്തിൽ, നല്ല ഉറക്കത്തിൽ ആരോ കഴുത്തിന് പിടിച്ചിങ്ങനെ ഞെക്കുന്ന പോലെ പെട്ടെന്ന് നെറ്റുണരാ. അങ്ങനത്തെ ചില കാര്യങ്ങളുടെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകുമ്പം അത് പാസ്റ്റ് ലൈഫിലായിരിക്കും. അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പം അത് മാറുകയും ചെയ്യും. അപ്പം അസുഖം മാറുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. അതായത് നമ്മൾ സബ് കോൺഷ്യസിൽ കൂടെ, അവരുടെ സബ് കോൺഷ്യസിൽ പോയിട്ട്, അതായത് ബ്രെയിൻ റീവയറിംഗ് എന്നും കൂടെ പറയാം ഈ ഹിപ്നോതെറാപ്പി. അപ്പോൾ ആ സബ് കോൺഷ്യസിൽ പോയിട്ട് അതുവഴി നമ്മൾ അവരുടെ ആ മെമ്മറീസിനെ, പാസ്റ്റ് മെമ്മറീസിനെ ഒക്കെ ആക്സസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കാരണം എന്താണോ അതിൽ ആ ഒരു പാസ്റ്റ് ലൈഫിൽ പോയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രയോജനമുള്ളൊരു കാര്യമാണെങ്കിൽ അത് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഈ ഹിപ്നോസിസും ഈ പറഞ്ഞ ഹീലിങ്സും എല്ലാം ഇങ്ങനെ കണക്റ്റായി കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒന്നൊന്നിലേക്ക് പോകുന്നു പറയാം അല്ലേ? അത് നമുക്ക് ഒന്നിനെ മറ്റൊന്നിനും മാറ്റി നിർത്താനും പറ്റില്ല. ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൊഡാലിറ്റിയാണ് മാം ഫോളോ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ തന്നെ ലോകത്ത് പല സ്ഥലത്തും ഇതിനെ ഒരു സയൻറ്റിഫിക് മൊഡാലിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. കുറേ റിസർച്ചസ് നടക്കുന്നുണ്ട്, കുറേ പുസ്തകങ്ങളും ഇതിലുണ്ട്. കുറേ സൈക്കോളജിസ്റ്റുകളായാലും ഫിസിഷ്യൻസ് ആയാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മോഡലിലേക്ക് പോകുന്നുമുണ്ട്. നമ്മളത് നോക്കുമ്പോൾ ഇപ്പം തന്നെ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടപ്പം തോന്നിയ എന്താ, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മാറ്റാൻ പറ്റുമോ, അങ്ങനെയല്ലേ തോന്നി. എന്തിനാണ് അവർ ഈ ലൈഫ് ലോങ് ഇങ്ങനെ മെഡിസിൻ കഴിക്കുന്നതെന്ന് തോന്നിയില്ലേ? അതൊരു സർവീസാണ്, ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി എന്ന് പറയാൻ പറ്റും. ഇതാണ്. പക്ഷേ ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് പലപ്പോഴും അതാണ് ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്. വെച്ചാൽ ഇത് സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഇതൊക്കെ സത്യമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രോവൺ ആയിട്ടുള്ള കാര്യമല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം മാം ഡോക്ടറും കൂടെ ആയതുകൊണ്ട് ഇത്രയൊക്കെ പഠിച്ച് ആ മേഖലയിൽ ഒരുപാട് കാലം നിന്നിട്ടാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ മാമിന് ആയുർവേദവും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉള്ളതാണല്ലേ? ആയുർവേദം ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരത്തിനുള്ളൊരു ചികിത്സയല്ലല്ലോ. ആയുർവേദം എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ആയുർവേദത്തിൽ. ആയുർവേദ ചികിത്സയിൽ തന്നെ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. മാനസിക രോഗത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെ നമുക്കുണ്ട്. പിന്നെ ആ രീതിയിൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വാസ്തുവിദ്യ, എങ്ങനെയാണ് ഇപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വീട് ഉണ്ടാക്കേണ്ടത്, ഏത് വീട്ടിലാണ് താമസിക്കേണ്ടത്, കുഞ്ഞിനെ കിടത്താനുള്ളത് എങ്ങനെ, എങ്ങോട്ട് തിരിഞ്ഞ് കിടക്കണം, അങ്ങനെ കുറേ അതുണ്ട്, വാസ്തുവിദ്യയുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ജ്യോതിഷം വരെ ഉണ്ട് ആയുർവേദത്തിൽ. ആയുർവേദവുമായിട്ട് കണക്റ്റഡാണ്, അതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഇതെല്ലാം ഉണ്ട്. നമ്മൾ പണ്ട് പറയുന്ന പോലെ ചൂണ്ടുമർമ്മ വിദ്യ എന്ന് പറയുന്ന മർമ്മവിദ്യകൾ, കളരി, ഇതെല്ലാം ആയുർവേദവുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. പിന്നെ ഈ കൺകെട്ട് വിദ്യ എന്ന് പറയുന്ന ഒരു ഇതും ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. അത് ആയുർവേദത്തിലും ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണ് ഇതെല്ലാം. അപ്പോൾ ആയുർവേദം നമ്മളെ ശരീരത്തിനെ മാത്രം ഉദ്ദേശിക്കുന്ന ഒരു ഇതല്ല. പിന്നെ ആയുർവേദത്തിൽ നമ്മൾ ഒരു അസുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മനസ്സിനെക്കുറിച്ച് തന്നെ പറയുന്നത് തപ്ത ആജ്യ ഘടയോരിവാന്ന. തപ്ത ആജ്യം എന്ന് പറഞ്ഞാൽ ചൂടായ നെയ്യ്, ഘടം എന്ന് പറഞ്ഞാൽ കുടം. ചൂടായ നെയ്യ് കുടത്തിൽ വെക്കുമ്പം കുടം ചൂടാവും, ചൂടായ കുടത്തിലേക്ക് നെയ്യ് വെക്കുമ്പം നെയ്യ് ചൂടാവും. അപ്പോൾ രണ്ടും തമ്മിൽ അത്രമാത്രം അഭേദ്യമായ ബന്ധമാണ് ശരീരവും മനസ്സും തമ്മിൽ. അപ്പോൾ ശരീരത്തിന് വരുന്ന ഒരു അസുഖത്തിന് തീർച്ചയായിട്ടും മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പം റിപ്പീറ്റഡായിട്ട്, എക്സാമ്പിൾ ഞാൻ പറയാം, സോറിയാസിസ് പോലത്തെ അസുഖങ്ങൾ റിപ്പീറ്റായിട്ട് വരുമ്പോൾ നമ്മളതിനെ തീർച്ചയായിട്ടും എല്ലാ ഡോക്ടർമാരും, ആയുർവേദ ഡോക്ടർമാർ എന്തായാലും എല്ലാവരും അവർക്ക് റിലാക്സേഷനുള്ള മെഡിസിൻസും കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് മനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ കുറേ സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ട്. എന്ന് വെച്ചാൽ അസുഖമുണ്ട്, നമ്മൾ MRI ചെയ്ത് നോക്കിയാലും എന്ത് ചെയ്ത് നോക്കിയാലും ഒന്നും കാണത്തില്ല, പക്ഷേ ഇവരുടെ അസുഖം മാറത്തില്ല. കുറച്ച് മരുന്ന് കഴിക്കും, അസുഖം മാറും, വീണ്ടും വരും. അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസ്. സൈക്കോസൊമാറ്റിക് ഡിസീസിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഹിപ്നോതെറാപ്പി. ശരിക്കും മാം യോഗ അല്ലേ, മെഡിറ്റേഷൻ ഇതെല്ലാം പഠിച്ചു വന്നിട്ടാണ് പിന്നെ ഇതിലേക്കൊക്കെ കൂടുതലായിട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർലിങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ നമ്മളെല്ലാ പുസ്തകങ്ങളൊക്കെ പഠിച്ചാൽ ഇതിനപ്പുറത്തേക്കല്ലേ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഹോളിസ്റ്റിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പുസ്തകങ്ങളിൽ തന്നെ പറയുന്നതുണ്ട്. ഏകം ശാസ്ത്രം അതീയാനോന വിദ്യാശാസ്ത്ര നിശ്ചയം.
ഒരു ശാസ്ത്രം മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ ശാസ്ത്രത്തെ ജയിക്കുന്നില്ല, ശാസ്ത്രം മുഴുവൻ ആവുന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുന്നുണ്ടോ അതെല്ലാം പഠിക്കണം. അതെല്ലാം പഠിച്ചിട്ട് അതെല്ലാം ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വേണം. അതുകൊണ്ടാണ് യോഗയും ഒക്കെ ആയുർവേദത്തിൽ, യോഗ പോലത്തെ കുറേ ചികിത്സാ രീതികൾ ആയുർവേദത്തിൽ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. ആയുർവേദം എന്ന് പറയുന്ന മരുന്ന് കൊടുക്കുക, വരുന്ന ആൾക്കാരെ പ്രിസ്ക്രൈബ് ചെയ്യുക, അതല്ല മരുന്ന് കൊടുക്കുന്നതല്ല. അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പല പല ശാസ്ത്രങ്ങൾ പഠിച്ചു. ഇപ്പം ഇത് ഒരു നല്ല ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു, ഒരു മൊഡാലിറ്റി ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഈ ഹിപ്നോതെറാപ്പി വഴി നമ്മൾ ഒരുപാട് ബന്ധങ്ങൾ പ്രശ്നമായിട്ടുള്ളവരുണ്ടല്ലോ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അല്ലാതുള്ള ബന്ധങ്ങൾ. അപ്പം അതിൽ നമുക്ക് ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമാണോ അത് ഉപയോഗിക്കുന്നത്, അതോ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുമോ? അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് രണ്ടുപേരെയും വേറെ വേറെ ചെയ്യേണ്ടി വരും. അതിൽ ചെയ്യേണ്ടി വരും. കാരണം വെച്ചാൽ ഒരു മാരേജ് കൗൺസിലിംഗ് അല്ല ഇത്. ആർക്കാണ് പ്രോബ്ലം, ആർക്കാണ് ഈ റിലേഷൻഷിപ്പ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പാസ്റ്റ് ലൈഫ് വരെ കണക്റ്റഡ് ആണ് ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് വീണ്ടും വീണ്ടും മാരേജിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലവ് റിലേഷൻഷിപ്പിൽ പോകാൻ പറ്റില്ല. അതിൻ്റെ കാരണം കിടക്കുന്നത് ചിലപ്പോൾ ഇവിടെയൊന്നും ആയിരിക്കത്തില്ല, പാസ്റ്റ് ലൈഫിലായിരിക്കാം. അത് അയാളുടെ മാത്രമാണ്, അല്ലാതെ ഈ ആളല്ല, ഈ കൂടെയുള്ള ആളല്ല. അപ്പോൾ ഈ രണ്ടുപേരിൽ ഹസ്ബൻഡ് ഓർ വൈഫ്, അതിൽ ആർക്കാണ് പ്രോബ്ലം അവരുടെ നമ്മൾ ഹീൽ ചെയ്യണം, ഇവരെയും ഹീൽ ചെയ്യണം. അപ്പോൾ രണ്ടുപേരെയും നമ്മൾ വേറെ വേറെ ഹീൽ ചെയ്യേണ്ടി വരും. അത് നമ്മൾ അവരെ ഇരുത്തിയിട്ട് നമ്മളൊരു കൗൺസിലിംഗ് ആദ്യം ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഏത് തെറാപ്പിയാണ് വേണ്ടത് അതിലേക്ക് അവരെ കൊണ്ടുപോയിട്ടാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതേപോലെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളീ പറയുന്ന ഒരു ഇന്നർ ചൈൽഡിലേക്ക് വരുമ്പോൾ നമുക്കത് പറയാം. ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തൊട്ട് 8 വയസ്സ് വരെയാണ് ഒരാളുടെ ഒരു ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഒരാളുടെ മനസ്സിലൊരു വേറൊരു കുഞ്ഞിൻ്റെ മനസ്സുണ്ട് എന്നാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസിനെയാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. അത്രയും പാമ്പർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ്. ആ ഒരു ടൈമിൽ 8 വയസ്സ് വരെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ ഏതെങ്കിലും സർക്കംസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളതോ അത് ചിലപ്പം നല്ലതായിരിക്കാം, ചിലപ്പം എബ്യൂസ് ആയിരിക്കാം, ചിലപ്പം അതുകൊണ്ടുണ്ടായ ട്രോമ എന്തായിരിക്കാം, പക്ഷെ ചിലപ്പോൾ നല്ല കാര്യങ്ങളും ആയിരിക്കാം. അപ്പോൾ അതിന് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ നമ്മൾ പറയും വെള്ളം അടിക്കുന്ന ഒരാളിൻ്റെ മോന് അവൻ നോക്ക് നല്ല, അവനൊരു കുഴപ്പമില്ല, പക്ഷേ അവന് ചിലപ്പം ചെറുപ്പത്തിൽ അവൻ അച്ഛൻ മദ്യപാനിയാണെങ്കിലും അവൻ മനസ്സിലാക്കിയത് ചിലപ്പം ആ മദ്യപാനത്തിൻ്റെ ദോഷത്തെക്കാട്ടിലും മദ്യം കഴിക്കാത്തതിൻ്റെ ഗുണങ്ങളായിരിക്കും അവന് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവനത് അതിലേക്ക് പോവാതിരുന്നത്. അത് അങ്ങനെയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് എന്താണ് അവർ മനസ്സിലാക്കിയത്, അവർക്ക് അനുഭവിച്ചത് അതായിരിക്കും പിന്നീട് അവരുടെ ലൈഫിൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാൾ, ഞാൻ എന്ത് ചെയ്താലും ശരിയാവത്തില്ല, നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് നല്ല സൗന്ദര്യമുണ്ട്, പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, പിന്നെന്താണ് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കത്തില്ലേ, എന്നെ ഒന്നിനും കൊള്ളൂല എന്നൊക്കെ പറയാം. അവരെത്ര നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലും അവരതിലേക്ക് വരത്തില്ല എന്ന് വെച്ചാൽ. അപ്പോൾ ചിലരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് പോകും. ഈ സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ തന്നെ ഡോപ്പമിൻ ലെവൽ കുറയുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ഒരു ഹോർമോൺ വേണമല്ലോ. അതിനുവേണ്ടി ഒന്നുകിൽ സിഗരറ്റ്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഡ്രഗ്സ്, അല്ലെങ്കിൽ വേറെ ബന്ധങ്ങളിലേക്ക് പോവുക. പല രീതിയിലുള്ള അഡിക്ഷൻ. ഇപ്പം മിക്കവർക്കും മൊബൈൽ അഡിക്ഷൻ, അതും ഒരു അഡിക്ഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഈ ആൾക്ക് കൊടുക്കുന്ന ഒരു സൂത്തിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പം ഇത്രയും ടെൻഷനിൽ ഇരിക്കുമല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദന വരും. അതിന് പകരമായിട്ട് നിങ്ങൾ ഇത് ചെയ്തോ. അപ്പോൾ അവർക്ക് ഏറ്റവും ആദ്യം ഈസിയായിട്ട് കിട്ടുന്ന ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്ന, ആരെങ്കിലും കൊടുക്കുന്ന, അതിലേക്ക് പോകും. അങ്ങനെ ഇതായിരിക്കും. ചിലരാണെങ്കിൽ ലൈഫ് മുഴുവൻ കരഞ്ഞും പിടിച്ചും ആങ്സൈറ്റി നടക്കും, ചിലർ ഇതിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ചിലർ പിന്നെയും ഒരു 6 മാസം കഴിയുമ്പോൾ പിന്നെയും അവരെത്ര ശ്രമിച്ചാലും പിന്നെയും അതിലേക്ക് വരും. അതിൻ്റെയൊക്കെ മൂല കാരണം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ടും ക്യൂർ ആവും, തിരിച്ചു വരും. അതുപോലെയാണ് ഈ ക്ലെപ്റ്റോമാനിയൊക്കെ എന്നൊക്കെ പറയുന്ന പോലെ മോഷണം അല്ലേ, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം പോലും കാണില്ല, പക്ഷെ എന്നാലും അത് മറ്റൊരാളുടെ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതൊരു പ്രത്യേക സുഖം, അല്ലെങ്കിൽ സന്തോഷം. അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ കുട്ടികളിലൊക്കെ കാണാറുണ്ട്. അതുണ്ട്. പിന്നെ പലതരം ഫോബിയാസ്, നമ്മൾ ക്ലസ്ട്രോഫോബിയ, അത് ക്ലെപ്റ്റോമാനിയൊക്കെ പറയുമ്പോൾ ഇതാണ്, നമ്മൾ ആ കുട്ടിക്ക് വേണ്ട ഇതേപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ടും അത് മാറ്റാൻ പറ്റും. അത് റൂട്ടിൽ നിന്നാണ് നമ്മളത് ക്യൂർ ചെയ്യുന്നത്, പിന്നെ അത് ഉണ്ടാവത്തുമില്ല.